അടുത്ത് കിടക്കുന്നവൻ്റെ പുതപ്പിനടിയിൽ നോക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? എന്നിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ബായ്, ബട്ട് ഐ ക്യാൻ. പുതപ്പിനടിയിൽ നോക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, എന്തും. ഈ ക്യാമറകൾക്ക് ചുറ്റിലുള്ള എന്ത് നെറുകേടിനും ആവും ഈ പൊന്നുമോൾക്ക്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7. അനുമോളുടെ അമ്മാവനും അമ്മായിയൊക്കെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിലെത്തി. വൈൽഡ് കാർഡ് എൻട്രി വഴിയാണ് ജിഷൻ അമ്മാവനും മസ്താനി അമ്മായിയൊക്കെ ബിഗ് ബോസ് ഹൗസിലെത്തിയത്. അനുമോളുടെ ഒപ്പം കൂടി ജിസേലിൻ്റെയൊക്കെ പുതപ്പിനടിയിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇവർ വന്നേക്കണത്. അത് കണ്ടുപിടിക്കൽ മാത്രമല്ല, ഇവർ ഡെമോയും ചെയ്ത് കാണിക്കും. ഗൈസ്, ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ്. ആര്യൻ്റെയും ജിസേലിൻ്റെയൊക്കെ പുതപ്പിനടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് 1.5 മണിക്കൂർ ബിഗ് ബോസ് ഹൗസിൽ ചർച്ച ചെയ്തിരുന്നു. ശരിക്കും എന്താണ് അനുമോളുടെ നിലവാരം എന്നുള്ളത് ഇന്നത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിവേ, എപ്പിസോഡിലേക്ക് പോയാൽ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പൂക്കള ഇട്ടുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിച്ചത്. രാവിലെ ഷാനവാസിന്റെ ടെമ്പറൊക്കെ തെറ്റി എല്ലാവരുടെയും മെക്കിട്ട് കയറുന്നുണ്ടായിരുന്നു. ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് രമ്യ നമ്പീശനും ജസ്റ്റിൻ വർഗീസും ഹൗസിലെത്തി. അവരുടെ പാട്ടുകളും ബിഗ് ബോസിന്റെ ടാസ്കും ഒക്കെ ആയിട്ട് ഓണാഘോഷം നടന്നു. കുട്ടിക്കാലത്ത് ഓണത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ 1 മിനിറ്റ് വീതം എല്ലാവർക്കും സമയം കൊടുത്തു. അതിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് പറഞ്ഞ റെനയ്ക്ക് ഒരു സമ്മാനമൊക്കെ കൊടുത്തു. ഗസ്റ്റുകൾ പോയതിനു ശേഷം നെവിൻ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ടീമൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തു. അനുമോൾക്ക് ആര്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തീരുന്നില്ല, നീണ്ടു പോവുകയാണെന്നുള്ളത് ആര്യം പറയുന്നുണ്ടായിരുന്നു. ജിസയിലും ആര്യനും ചേർന്ന് വൈൽഡ് കാർഡുകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പണി വേഴ്സസ് തുണി എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാറുണ്ട്, ഒരുപാട് സന്തോഷം. ഒപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ. പണി വേഴ്സസ് തുണി എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈൽഡ് കാർഡുകൾക്ക് 10 സെക്കൻഡ് പണിപ്പുരയിൽ കയറാനുള്ള അവസരമായിരുന്നു. പുറത്തുനിന്നെല്ലാം കണ്ടിട്ട് വന്ന ടീംസ് ആയതുകൊണ്ട് ഭയങ്കര ആവേശത്തിലാണ് സംഭവമൊക്കെ ചെയ്തത്. പക്ഷെ അവർ സാധനങ്ങൾ എടുത്ത കൂട്ടത്തിൽ അവിടെയുള്ള പ്രോപ്പർട്ടീസും കൂടി എടുത്തുകൊണ്ട് പോകുന്നു. ആര്യൻ അത് പറഞ്ഞ് കളിയാക്കി. ജിഷിനും പ്രവീണിനും ഒക്കെ അത് ശരിക്കും പൊളിഞ്ഞു. അവരെടുത്ത പാക്കറ്റുകളിൽ കൂടുതൽ എണ്ണത്തിലും വലിയ ബോംബിന്റെ പടമായിരുന്നുകൊണ്ട് അവർക്കൊരു വലിയ പണി കൊടുക്കണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു. പ്രവീണിനൊക്കെ ആ ഒരു പൊളിയിൽ മാറാതെ ആര്യനുമായിട്ട് കോർക്കുമായിരുന്നു. അവർ പിന്നെ വാക്കേറ്റമായി. പ്രവീൺ എന്തൊക്കെയോ കുറെ പേരുകൾ ആര്യനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പുതപ്പിനെ പറ്റി പറയാൻ വേണ്ടി മസ്താനി ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മസ്താനി റെനയും തമ്മിൽ വഴക്കായി. മസ്താനിയൊക്കെ ഗംഭീരമായിട്ട് ചൊറിയും. റെന എന്തായാലും കരച്ചിലായി. ഫാമിലിയെ പറ്റിയും പുറത്തെ കാര്യങ്ങളും ബോയ് ഫ്രണ്ടിനെ പറ്റിയൊക്കെ പറഞ്ഞത് റെനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഷാനവാസ് ഇന്ന് സങ്കടപ്പെടുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസിന്റെ ആ ഒരു വലിയ പണി കൊടുത്തു. വൈൽഡ് കാർഡായിട്ട് വന്നവർ ഒരു ലോട്ട് എടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ത്രൂ ഔട്ട് ദി സീസൺ ക്യാപ്റ്റൻ ആവാൻ സാധിക്കില്ല. അവരെല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച പേര് അക്ബറിൻ്റെതായിരുന്നു. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു മണ്ടൻ തീരുമാനമാണ്. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ച കട്ട നെഗറ്റീവ് ആവും. അതുകൊണ്ട് ക്യാപ്റ്റൻ സ്ഥാനത്ത് ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. പിന്നീടാണ് വഴക്കുകളിലേക്ക് എത്തിയത്. ആര്യനെയും ജിസേലിനെയൊക്കെ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നാണ് അനുമോള് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ജിഷിൻ പറഞ്ഞു. ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് അക്ബർ ജിഷിനോട് പറഞ്ഞത്. എന്താണ് അനുമോള് കണ്ടതെന്ന് പറയാതെ അവർ തമ്മിലൊരു മോശം കാര്യം നടന്നു എന്ന രീതിയിൽ കംപ്ലീറ്റ് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഇത്രയും നാൾ അനുമോൾ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നത് അവർക്കൊരു പുറത്തൊരു ലൈഫുണ്ട് എന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ബെഡ്റൂമിൽ കിടന്ന സമയത്ത് കാണിക്കാൻ പാടില്ലാതിരുന്ന കാര്യങ്ങൾ ഇവർ കാണിച്ചു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും ആരും ചാർജ് ചെയ്ത് പെട്ടെന്ന് അനുമോളുടെ അടുത്തേക്ക് വന്നു. എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ജിസേൽ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. പിന്നീട് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നിട്ട് ഓരോരുത്തരായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. ഈ ഒരു പ്രശ്നം ഒരുപാട് നേരം നീണ്ടു നിന്നു. അനുമോളോട് പറയാൻ പറഞ്ഞിട്ട് അനുമോള് കാലിൽ ചവിട്ടിയതും കിറ്റ് കാണാതെ പോയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. ശരിക്കും എപ്പിസോഡിൽ കാണിച്ചില്ല. ജിഷിൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, അങ്ങനെ തന്നെ പറയണം. അയാൾ എന്തോ അരുതാത്തത് കണ്ടു, മോശമായത് കണ്ടു എന്നുള്ള രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അതായത് അനുമോൾ വന്ന് ആര്യനെ തട്ടി വിളിക്കുമ്പോൾ ആര്യൻ ഞെട്ടി എഴുന്നേക്കുന്നു. അപ്പോൾ പുതപ്പ് മാറ്റിയിട്ട് ജിസയിൽ ഡ്രസ്സ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്നു. ഈ ഒരു കാര്യം പുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വൃത്തികെട്ട രീതിയിലാണ് പുള്ളി കാണിച്ചത്. എപ്പിസോഡിൽ അത് കാണിക്കണമായിരുന്നു, എന്നാൽ ഇവന് തന്നെ കോളായിരുന്നു. അനുമോൾ എന്താണ് കണ്ടതെന്ന് പറയാൻ പറഞ്ഞു. ആ ഒരു ദിവസം അവർ രണ്ടുപേരും അടുത്തടുത്ത് കിടന്നു, കൂടുതൽ അടുത്തടുത്ത് വന്നു. ഒരാണും പെണ്ണും അതുപോലെ പുതപ്പിനടിയിൽ കിടന്നാൽ എന്ത് സംഭവിക്കും, അത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അനുമോളെ എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ വേറെ സെക്ഷുവലി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവർ രണ്ടൊരു ഉമ്മ വെച്ചു, കിസ് ചെയ്തു എന്ന് പറഞ്ഞു. അനുമോൾ ഇതെല്ലാം ഒരുപാട് നേരം വാച്ച് ചെയ്ത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ആ മറ്റവൻ ജിഷിൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്ത് വൃത്തികെട്ടവനാന്ന് തോന്നിപ്പോയി. ജിസയിൽ ഇതിന്റെ ഇടയിൽ കരച്ചിലായി. ആര്യനും സങ്കടം വരുന്നുണ്ടായിരുന്നു. ആര്യനൊക്കെ ഒരുപാട് ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. മസ്താനിയൊക്കെ ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ആദില പോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഇത്രയും ചീപ്പായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും തടയാൻ ആരും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതം. അനുമോളും മസ്താനിയും നിലത്ത് കിടക്കുന്നു, എന്നിട്ട് ഇത് കാണിക്കാൻ പോകുന്നു. ഇത് തുടങ്ങിയപ്പോൾ തന്നെ അക്ബർ എഴുന്നേറ്റ് പോയി. ബാക്കിയുള്ള കുറച്ച് പേര് എഴുന്നേറ്റ് പോയി. ഇതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും കുറച്ച് പേര് അത് കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പുതപ്പിനടിയിൽ എന്താണെന്ന് തപ്പി നടക്കുന്ന ഒരു അവസ്ഥ, അതും എത്രയോ സമയം ഇരുന്ന് ഇത് എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അനുമോളുടെ ഒരു നിലവാരം എന്താണ്. അനുമോൾ ഫൈനൽ വരെയൊക്കെ എത്തും. അനുമോൾക്ക് ചിലപ്പോൾ PR കാണും, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ചാനലുണ്ടാവും. ഇതും വെളുപ്പിച്ച് വേറെ രീതിയിലാക്കി മാറ്റാൻ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും. അനുമോൾ കാലെന്തോ ആര്യനെ
കാണിച്ചു കൊടുത്തു, അവനെ വശത്താക്കാൻ നോക്കി എന്ന് ആര്യം പറഞ്ഞതും ഇത്രയും വലിയ ക്യാരക്ടർ അസാസിനേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. ഈ ഒരു കാര്യത്തിൽ ബിന്നിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഓക്കെ ആയില്ല. ഇത്രയും ക്യാമറ ഉള്ളപ്പോൾ എന്തിനാണ് ഇവര് തല മൂടിക്കിടക്കുന്നതെന്ന് ചോദിച്ചു. ക്യാമറ ഉണ്ടെങ്കിലും വെളിച്ചത്തായാലും ഇരുട്ടത്തായാലും തല മൂടിക്കിടക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് അവർ തല മൂടിയോ മൂടാതെയോ കിടക്കട്ടെ, ബാക്കിയുള്ളവർക്ക് അതിലെന്ത് കാര്യം? അവർ കിസ് ചെയ്യട്ടെ. അവർ കിസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് കിസ് ചെയ്തെന്ന് വിചാരിക്കുക, അവർ കിസ് ചെയ്തൊന്ന് അന്വേഷിക്കാൻ നടക്കുന്നതും അത് തെളിയിക്കാൻ നടക്കുന്നതും എന്തിനാണ്? ഈ ക്യാരക്ടർ അസാസിനേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര്യന്റെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടികൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും കൃത്യമായിട്ടുള്ള മറുപടികളാണ് കൊടുത്തത്. പുതപ്പിന്റെ അടിയിൽ എന്താണെന്ന് ഇവർ ചിന്തിച്ചതും ഡ്രസ്സൊക്കെ മര്യാദയ്ക്ക് ആക്കിയിട്ട് വന്നത് നോർമലി പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നും അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടതെന്നും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ജിസേൽ പക്ഷേ ഇങ്ങോട്ട് വന്നു നിന്ന് സംസാരിച്ചൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ ഡയലോഗ് അവിടെ പോയി പറയുന്നത് ലൈവിൽ കാണിച്ചു. ഈ സാധനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോളോടാണ് പറഞ്ഞത്, ഇത് നീ തെളിയിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് ആ ലൈവിൽ കണ്ടപ്പോൾ ആ ഒരു ഒറ്റ മൊമെന്റ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അത്രയും പ്രശ്നത്തിലും പ്രഷറിലും മോശം അവസ്ഥയിലും നിന്നിട്ട് എല്ലാവരും എതിരെന്ന് പറയുന്ന അത്രയും മോശമായ ഒരു സിറ്റുവേഷൻ അടിപൊളിയായിട്ട് ജിസേൽ ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെ പറയാം. അതൊരു വൻ ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നതിന് പകരം അത് ഗെയിമായി കണ്ട് അതിനെ നേരിടാൻ ജിസേലിന് പറ്റിയെന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ടോപ്പ് ഗെയിമർ എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും. ഇത്ര ചീപ്പ് ഗെയിം ഇവരെല്ലാവരും കൂടെ കളിക്കുമ്പോഴും അതിനെ സ്ട്രോങ് ആയിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ജിസേലിന് പറ്റിയെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒനിയിലും അക്ബറും ഒക്കെ ഈ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തതിനെ പറ്റി ജിഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ജിഷിൻ കളം മാറ്റി ചവിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. എല്ലാവരും കൂടെ പറഞ്ഞു വന്നപ്പോൾ പുള്ളി അങ്ങനെയൊന്നും അധികം പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആര്യനൊക്കെ കരഞ്ഞുകൊണ്ട് ക്യാമറയുടെ മുന്നിലൊക്കെ പോയി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുറെ പേരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അനുമോൾക്ക് ഓൾറെഡി പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്, PR ഒക്കെ ഉള്ള കാരണം കൂടത്തിൽ കൂടിയാൽ പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇവർ ജയിച്ചാലും ഇല്ലേലും ഒരു പോസിറ്റീവ് വൈബിലും മുമ്പോട്ട് പോവാം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി കാണും. പുറത്തു നിന്ന് വന്നവരും അനുവും ഒക്കെ ഇത്രയും പറയുന്നത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും സത്യമൊക്കെ ഉണ്ടാവുമെന്ന് നൂറയും ആദിലയും ഈ അഭിലാഷും കൂടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഒനിയിലും ജിസേലും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒനിയിൽ പറഞ്ഞു, ഈ 2025 ഇതെല്ലാം സംഭവിക്കുന്നത്. ലെസ്ബിയൻ കപ്പിൾസും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരും പങ്കെടുക്കുന്ന ഒരു സീസണാണ്. എന്നിട്ട് ഈ 2025 സ്വയം പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച് നടക്കുന്ന സ്ത്രീയാണ് അനുമോൾ എന്ന് പറഞ്ഞു. പുതപ്പിനടിയിൽ എന്താണ് നടന്നതെന്നുള്ളത് അനുമോളുടെയൊക്കെ ഒരു അസംഷൻ ആയിരുന്നു. അസംഷൻ വേറെ, പ്രൂഫ് വേറെ. അനുമോൾക്ക് ഇവിടെ ഒരാളുടെ നോട്ടം ശരിയല്ല, ഡ്രസ്സിങ് ശരിയല്ല, ഇരിപ്പ് ശരിയല്ല, അങ്ങനെ എല്ലാം പ്രശ്നങ്ങളാണ്. അവിടുത്തെ പ്രശ്നേഷാണെന്ന് തോന്നുന്നു അനുമോള്. ആര്യം കഴിഞ്ഞ ദിവസമൊക്കെ ലാലേട്ടന്റെ എപ്പിസോഡിലും അതിനൊക്കെ ആയിട്ട് തീർന്നിരിക്കുകയായിരുന്നു. ഇന്നും ആര്യം ബാഡ് വേർഡ് ഉപയോഗിച്ചു. എന്നാൽ പോലും ഈ വൈൽഡ് കാർഡുകൾക്കെതിരെ ശക്തമായിട്ട് നിൽക്കാൻ ആര്യന് പറ്റിയെന്നുള്ളതാണ്. ജിസേല്, നൂറ, ആദില അവരൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ ഒരു സൈഡിൽ, ജിസേലും ആര്യനും മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞു. ജിസേല് പറഞ്ഞു, ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയാൻ ഒരു മടിയില്ലെന്ന് പറഞ്ഞു. റിയാലിറ്റി ഷോ അങ്ങനെയല്ലേ, റിയൽ ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്തിനാണ് ഈ അനുമോൾ ഈ സ്റ്റോറിയൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വിടുന്നതെന്ന് ചോദിച്ചു. എനിവേ ഡ്രസ്സ് ഇടുന്നതിനെ പറ്റി അനുമോൾ കമന്റ് ചെയ്തതിനെ പറ്റി ആദിലയും അനുമോളും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദിലേക്ക് ഇടുന്ന പോലത്തെ തന്നെ ഡ്രസ്സാണ് അവർ ഇടുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അനുമോൾ അത് മുഴുവൻ കേൾക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. മസ്താനി അടുത്തൊരു പരിപാടി കൂടെ ചെയ്തിട്ടുണ്ട്. മസ്താനി ശരിക്കും മസ്താനിയാണോ മൈത്താണ്ടിയാണോ എന്നറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അനുമോളുടെ അടുത്ത് പോയിട്ട് ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുമോള്, എനിക്ക് ആരെയും മനസ്സിലാവില്ല, ഞാൻ എല്ലാവരെയും വിശ്വസിച്ചു പോവും എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അനുമോൾ ഒരു സെക്കൻഡ് എങ്കിലും വിചാരിക്കുക മസ്താനിയെ വിശ്വസിക്കണം വേണ്ടോ എന്നുള്ളത്. പിന്നെ റെനയുടെ ആലിബിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അവരെല്ലാവരും കൂടെ വിഷ് ചെയ്തു. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിച്ചത്. ഇന്ന് ഉണ്ടായ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു കൺക്ലൂഷൻ അറിയണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരണം. സോ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത്. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്